കഴിഞ്ഞ 48 മണിക്കൂറായി ലബനനിലും ഒപ്പം ഗാസയിലും ഇസ്രായേൽ ഇടതടവില്ലാതെ ബോംബിംഗ് നടത്തുകയാണ്. തെക്കൻ ലബനനിൽ ഏതാണ്ട് പകുതിയിലേറെ ഭാഗവും മരിപ്പറമ്പാക്കി മാറ്റിക്കൊണ്ടുള്ള ബോംബിംഗ് ആയിരുന്നെങ്കിൽ വടക്കൻ ലബനനിലും ഇന്നലെ മുതൽ ശക്തമായ ബോംബിംഗ് ആരംഭിച്ചിരിക്കുന്നു. വലിയ രീതിയിൽ, അതായത് മൃതദേഹങ്ങൾ തിരയാൻ പോലുമുള്ള സാഹചര്യം ഇസ്രായേൽ ഒരുക്കുന്നില്ല എന്ന് വിലപിച്ചുകൊണ്ട് ലബനനിൽ നിന്നുള്ള ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി തുർക്കി രംഗത്തെത്തിയിരിക്കുന്നു. എർദോഗൻ പറയുന്നത് ഈ വംശഹത്യയ്ക്ക് ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരും എന്ന് പറയുന്നു. ഇതിനിടയിൽ ഈ വലിയ സംഘർഷത്തിനിടയിൽ ഇസ്രായേലിലെ 2 സൈനികർ കൊല്ലപ്പെട്ട വിവരം ഇസ്രായേലും അറിയിക്കുന്നു. ഏതായാലും വലിയ രീതിയിൽ തന്നെ ഗാസയിൽ വലിയ രീതിയിൽ തന്നെ ബോംബിംഗ് നടത്തുന്നു. ഒപ്പം തന്നെ വടക്കൻ ലബനനിലും ദക്ഷിണ ലബനനിലും ബെയ്റൂട്ടിലടക്കം വലിയ ഇടതടവില്ലാതെ ഉള്ള ഒരു ആക്രമണം. കാരണം ഇന്നലെ ആയിരുന്നു ഈ ഹമാസ് ഇസ്രായേലിൽ കടന്ന വലിയ ഭീകരാക്രമണം സൃഷ്ടിച്ചതിൻ്റെ 1 വർഷം തികയുന്ന ദിവസം. ആ ദിവസം ഇടതടവില്ലാതെ ഒരു ബോംബിംഗ് ആയിരുന്നെങ്കിൽ ഇപ്പോഴും അത് തുടരുന്ന വാർത്തയാണ്. ഏതാണ്ട് ഒരു വലിയ ദുരന്ത ഭൂമിയായി ലബനൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഗാസയുടെ സമാനമായ ചിത്രമാണ് ലബനനിൽ നിന്ന് വരുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.